ദിവ്യദൃഷ്ടി ഉണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വൃദ്ധ ദമ്പതികളെ കബളിപ്പിച്ച് പണവും സ്വർണവും കവർന്ന പ്രതി പിടിയിലായിട്ടുണ്ട്. പത്തനംതിട്ട കടമ്പനാണ് ഈ സംഭവം ഉണ്ടായത്. തുളസി എന്നയാളാണ് പിടിയിലായത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ആദ്യം കേൾക്കാം. സുബോധം നഷ്ടപ്പെട്ടു പോയി. കണ്ണിന് മറവായിപ്പോയി. എന്തുവാ എന്തോ പറയുന്നതെന്ന് ഒന്നും എനിക്ക് ഒരു ഇതുമില്ല. അപ്പോഴത്തേക്ക് എനിക്ക് സങ്കടമായിപ്പോയി. പലുവായില ഞാൻ വിളിച്ചു കൂപ്പി. എൻ്റെ കുഞ്ഞുങ്ങൾ മരിക്കും, ശവപ്പെട്ടി വരും, ഈ അച്ചായൻ മരിക്കും, അച്ചാൻ്റെ ശവപ്പെട്ടി വരുന്നു, ഇവിടെ ശവപ്പെട്ടി 4 കൂട്ടാൻ പോകുന്നു, ആപത്തുകൾ വരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തിയപ്പോഴത്തേക്കും ഞാൻ അങ്ങ് എന്തുവാന്ന് അന്ത്രാളിച്ചു പോയി. ഞാനങ്ങ് അവിടെ സംഭവിച്ചത്, ഈ പ്രായമുള്ള അച്ഛൻ ഏതാണ്ട് 80 വയസ്സോളം ഉണ്ട്, അമ്മാമയ്ക്ക് ഏതാണ്ട് 75 വയസ്സോളം ഉണ്ട്. അപ്പോൾ ഇവരെ ചതിയിലൂടെ, അതായത് മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വീട് നോക്കിയപ്പം കുരിശുണ്ട്. അപ്പോൾ ഇവിടെ ക്രിസ്ത്യാനിറ്റി ആണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്ത്യൻ പേരിലാണ് ഇവിടെ തട്ടിപ്പ് നടത്തിയത്. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം നടത്തിയ തട്ടിപ്പെന്ന് പറയുന്നത് അവർ തട്ടിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അവിടെ 2 പേര് വന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടതാണെന്ന് പറയുന്നു, ഗീതയെന്ന് പറഞ്ഞൊരു ചേച്ചി. അപ്പോൾ അവിടെ അവർ പറഞ്ഞത് ശിവൻ്റെ നാമമാണ് പറയുന്നത്. അവിടെ ശിവൻ്റെ രീതിയാണ് അവിടെ പറഞ്ഞത്. അവിടെ അപകടം സംഭവിക്കാൻ പോകുന്നു. CK അഭിലാൽ ചേർത്തുണ്ട്. അഭിലാൽ, അമ്പരപ്പും ആശ്ചര്യവും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് തട്ടിപ്പിന്റെ രീതി. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അഭിലാൽ? കടമ്പനാട് ഒറ്റത്തെങ്കിൽ പുത്തൻ വീട്ടിൽ തങ്കച്ചനും ഭാര്യ ലീലമ്മയുമാണ് കബളിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 9 മണിക്കും 11 മണിക്കും ഇടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വേളാങ്കണ്ണി മാതാവിൻ്റെ അനുഗ്രഹത്താൽ ദിവ്യദൃഷ്ടി ഉണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് 54-കാരി തുളസി, അടൂർ ചേന്നമ്പള്ളി സ്വദേശിനിയാണ്, ഇവർ വീട്ടിലേക്ക് എത്തുന്നത്. തുടർന്ന് ദിവ്യദൃഷ്ടിയാൽ തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ പരിചയപ്പെടുന്നത്. അങ്ങനെ കുടുംബത്തിൽ 3 പേർക്ക് വളരെ വേഗത്തിൽ അപകടത്തിൽ ജീവഹാനി സംഭവിക്കും. അത് ഒഴിവാക്കുന്നതിന് ആവശ്യമായി വേളാങ്കണ്ണിയിൽ 50 പേർക്ക് ഭക്ഷണം നൽകണം, അതിന് 5000 രൂപ നൽകണമെന്ന് ആദ്യം പറയുന്നു. അങ്ങനെ 5000 രൂപ വാങ്ങിയെടുക്കുന്നു. പിന്നീട് തുടർച്ചയായി കുടുംബത്തിൽ മരണങ്ങൾ ഉണ്ടാകും, അത് അടുത്ത മണിക്കൂറിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വയോധിക ദമ്പതിമാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ അപഹരിക്കുകയായിരുന്നു. ലീലാമ്മയുടെ കയ്യിൽ കിടന്ന 3 മോതിരങ്ങൾ, അതോടൊപ്പം തന്നെ സ്വർണ്ണമാലയുടെ ലോക്കറ്റ്, കയ്യിൽ കിടന്ന ഒരു വള അടക്കം 5000 രൂപയും 3 പവൻ സ്വർണ്ണാഭരണങ്ങളുമാണ് തുളസി തട്ടിച്ചെടുത്ത് കൊണ്ടുപോയത്. ഈ വിവരം പറഞ്ഞാൽ, അതായത് വേളാങ്കണ്ണിയിലെ നേർച്ച പൂർത്തിയാക്കി സ്വർണ്ണാഭരണങ്ങൾ പൂജിച്ച് തിങ്കളാഴ്ച മടക്കി കൊണ്ടുവരാമെന്നുള്ള ഉറപ്പിലാണ് തുളസി അവിടം വിട്ടുപോകുന്നത്. അതേസമയം തന്നെ ഈ വിഷയം ആരോടെങ്കിലും പറഞ്ഞാൽ ഫലം കുറയുമെന്നും മാത്രമല്ല പറയുന്ന ആളുടെ നാക്ക് താഴ്ന്നു പോകുമെന്നും പറഞ്ഞ് വയോധിക ദമ്പതിമാരെ ഭയപ്പെടുത്തിയാണ് തുളസി കടന്നു പോകുന്നത്. തൊട്ടടുത്ത വീട്ടിലെത്തി വെള്ളം ചോദിച്ചു വാങ്ങിച്ചു കുടിച്ചാണ് ഇവർ സ്ഥലം വിടുന്നത്. ഈ നീക്കം തന്നെയാണ് ഈ അന്വേഷണത്തിൽ നിർണായകമായത്. വെള്ളം ചോദിച്ചെത്തിയ വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ തുളസിയുടെ ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏനാത്ത് പോലീസ് ഇടപെട്ട് വിശദമായി അന്വേഷണം നടത്തുകയും ഇവരെക്കുറിച്ച് വിശദമായി പഠിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് തുളസിയെ ഇവിടെ നിന്നും പിടികൂടുന്നത്. സ്വർണ്ണാഭരണങ്ങൾ, നഷ്ടപ്പെട്ട 3 പവൻ സ്വർണ്ണാഭരണങ്ങളും പണവും അടക്കം പോലീസിന് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭരണിക്കാവിലെ ഒരു സ്വർണ്ണാഭരണ ശാലയിൽ ലോക്കറ്റുകൾ 1 അഭിലാലാണ് വിവരം നൽകിയത്. ഈ കാലത്താണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ പേരിലൊക്കെയുള്ള തട്ടിപ്പുകൾ നടക്കുന്നത്. അപ്പോൾ തട്ടിപ്പുകൾ പല രീതിയിലും രൂപത്തിലും ഭാവത്തിലും ഒക്കെ വരും. അപ്പോൾ അതിലൊക്കെ വന്ന് ആ വലയിൽ പെടാതിരിക്കുക എന്നതാണ് നമ്മൾ വളരെ മുൻകരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ടത്.